ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണോ? ഒരുപാട് നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്. ലാസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോ അർഡിനോയുടെ LCD ഇൻ്റർഫേസിങ് ആയിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത് LCD ഇൻ്റർഫേസ് ചെയ്തു, ഡിസ്പ്ലേ ഹലോ വേൾഡ് ഡിസ്പ്ലേ ചെയ്തു. ഇനി അടുത്ത ടെമ്പറേച്ചർ സെൻസർ എങ്ങനെ ഇൻ്റർഫേസ് ചെയ്യാം എന്നുള്ളത് പറയാം എന്നാണ് പറഞ്ഞിരുന്നത്. അതിന് മുൻപായിട്ട് എനിക്കൊരു സോഫ്റ്റ്വെയർ നിങ്ങളെ പരിചയപ്പെടുത്തണമെന്നുണ്ട്. കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. നമ്മുടെ സർക്യൂട്ട് സിമുലേറ്റ് ചെയ്യാനുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയറിന്റെ പേര് പ്രോട്ടിയസ് എന്നാണ്. ലാബ് സെൻട്രൽ ഇലക്ട്രോണിക്സിന്റെ പ്രോട്ടിയസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് പ്രോട്ടിയസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. ഇതിനകത്ത് നമുക്ക് അനലോഗ് മാത്രമല്ല ഡിജിറ്റൽ സർക്യൂട്ട്സും നമുക്ക് സിമുലേറ്റ് ചെയ്യാൻ പറ്റും. കൺട്രോളേഴ്സ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് സിമുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അനലോഗും ഡിജിറ്റലുമായിട്ടുള്ള എല്ലാ സർക്യൂട്ട്സും, ഒട്ടുമിക്ക എല്ലാ സർക്യൂട്ട്സും നമുക്ക് ഇതിനകത്ത് സിമുലേറ്റ് ചെയ്ത് നമ്മുടെ കോഡ് വർക്കിംഗ് ആണോ, നമ്മുടെ സർക്യൂട്ട് വർക്കിംഗ് ആണോ എന്നുള്ളത് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത്. ഇതിനകത്ത് നമുക്ക് കോഡ്, ആർഡിനോ ആണെങ്കിൽ കോഡ് എഴുതാൻ പറ്റും. ഈവൻ PCBയും നമുക്ക് ഇതിനകത്ത് ഡിസൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ PCB ഡിസൈനിങ്ങിൽ എനിക്കൊരു നല്ല സോഫ്റ്റ്വെയർ ആയിട്ട് ഇതെനിക്ക് തോന്നിയില്ല. സിമുലേഷന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സോഫ്റ്റ്വെയർ ആണിത്. ഇതിനകത്ത് ആദ്യമായിട്ട് നമുക്കൊരു ന്യൂ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. പ്രൊജക്റ്റ് നെയിം ഞാൻ ടെസ്റ്റ് എന്ന് കൊടുക്കുകയാണ്. പ്രൊജക്റ്റ് പാത്ത് കൊടുക്കുക, ന്യൂ പ്രൊജക്റ്റ്, നെക്സ്റ്റ്. ഇപ്പോൾ നമ്മൾ സ്കിമാറ്റിക് എന്തായാലും വേണമല്ലോ, സ്കിമാറ്റിക് വേണമെന്നുള്ളതുകൊണ്ട് ഇതിനെ വേണമെങ്കിൽ പേപ്പർ സൈസ് നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫോൾട്ട് പേപ്പർ സൈസ്, നോർമൽ പേപ്പർ സൈസ് വരും. നെക്സ്റ്റ് അടിക്കുക. PCB ലേഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് എ PCB കൊടുക്കുക. ഞാൻ PCB ലേഔട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് നെക്സ്റ്റ്. ഇത് ഫേംവെയർ ഡെവലപ്മെന്റ് ഇതിനകത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഫേംവെയർ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ അതും ചെയ്യുന്നില്ല. നെക്സ്റ്റ്, ഫിനിഷ്. ഓക്കെ, നമുക്ക് എങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കിട്ടുന്നത്. ഇതിനകത്ത് നമുക്ക് കോമ്പോണൻസ് ഒട്ടുമിക്ക എല്ലാ കോമ്പോണൻസും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇനി ഇല്ലാത്ത കോമ്പോണൻസ് നമുക്ക് ലൈബ്രറീസ് ഡൗൺലോഡ് ചെയ്യാനും ഓൺലൈൻ അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ സ്കിമാറ്റിക് ഏരിയ. ഇതിനകത്ത് പാർട്സ് ആഡ് ചെയ്യാനായിട്ട് ലൈബ്രറി പാർട്സ്, പിക്ക് പാർട്സ്, അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് P പ്രസ് ചെയ്താലും പാർട്സിന്റെ വിൻഡോ ഓപ്പൺ ആയി വരും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് LED ഒന്ന് കത്തിച്ച് അത് സിമുലേറ്റ് ചെയ്ത് നോക്കാം, വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു LED സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വർക്ക് ചെയ്ത് പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കാറ്റഗറി നമുക്ക് ഇപ്പോൾ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഒരുപാട് ടൈപ്പ് LEDs വരുന്നുണ്ട്. LED ഡിസ്പ്ലേസ്, LCD ഡിസ്പ്ലേസ് എല്ലാം വരുന്നുണ്ട്. നമ്മൾ LED സെർച്ച് ചെയ്തപ്പോഴാണ് അപ്പോൾ ആ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോമ്പണൻസും ഇതിൽ കാണിക്കും. അപ്പോൾ ഇതിനകത്ത് ലൈബ്രറിയിൽ ആക്റ്റീവ് എന്ന് കാണിക്കുന്നത് സിമുലേഷൻ ഔട്ട്പുട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ കഴിയുന്ന കോമ്പണൻസ് ആണ്. അപ്പൊ ഇതിനകത്ത് കുറെ LEDs കാണിക്കുന്നുണ്ടോ, സിമ്പിൾ ഇവിടെ കാണാൻ പറ്റും. ഒരുപാട് LEDs കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് LED ഗ്രീൻ, ബ്ലൂ, അങ്ങനെ കുറെ പല കളറും LEDs അവൈലബിൾ ആണ്. അങ്ങനെ മെട്രിക്സ് LED അവൈലബിൾ ആണ്. ഇതിനകത്ത് നമുക്കിപ്പോൾ ആദ്യം ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്ലൂ LED ഞാൻ സെലക്ട് ചെയ്യാണ്. ഓക്കെ, അകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ LED ഇവിടെ ആക്റ്റീവ് ആയിട്ട് വരും. ഇവിടെ പ്ലേസ് ചെയ്യാം. ഇത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സൂം ചെയ്യാം, സൂം ഇൻ ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം. ഓക്കെ, LED ആയി. ഇനി നമുക്ക് ഇതിനെ പവർ ചെയ്യണം. പവർ ചെയ്യാൻ ജസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ പുറത്ത് ഒരു LED ഫിസിക്കലായിട്ട് നമ്മൾ LED കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ റെസിസ്റ്ററൊക്കെ കണക്ട് ചെയ്യണം. ഇതിനകത്ത് ഇപ്പോൾ LED കേടായി പോകുന്നൊരു പേടി നമുക്ക് വേണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പവർ കണക്ട് ചെയ്യാം. 5 വോൾട്ട് ആണ് കണക്ട് ചെയ്യുന്നത്. അതിനിവിടെ ലെഫ്റ്റ് സൈഡിൽ
ടെർമിനൽസ് മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് പവർ സെലക്ട് ചെയ്യുക, ക്യാൻവാസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ കിട്ടും, അതിവിടെ പ്ലേസ് ചെയ്യുക. ഇത് പോസിറ്റീവാണ്, നമ്മൾ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുക. അതേപോലെ ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക, ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യുക. ഇതിന്റെ ടെർമിനലിന് അടുത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു ഹൈലൈറ്റ് ചെയ്ത ഒരു പോയിന്റ് കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക, അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വയർ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വയർ കണക്ഷൻ കഴിഞ്ഞു. ഇനി സിമുലേറ്റ് ചെയ്യുന്നത് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഈ പ്ലേ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം മതി. കണ്ടോ, LED ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഓരോ ടെർമിനൽസിലും ഏത് വാല്യൂ ആണ് വരുന്നത്, ഹൈ ആണോ ലോ ആണോ വരുന്നതെന്ന് ഒരു ബ്ലൂ ഒരു സ്ക്വയറും ഒരു റെഡ് സ്ക്വയറും ഇവിടെ ഉണ്ട്. അത് വെച്ച് അറിയാൻ പറ്റും ഏത് പോയിന്റിലാണ് എന്താണ് ഔട്ട് വരുന്നത് എന്നുള്ളത്, ഡിജിറ്റൽ ഔട്ട് എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇതാണ് ഒരു സിമ്പിൾ എക്സാമ്പിൾ. ഇപ്പൊ ഇതിനകത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഇതിനകത്ത് ഞാനൊരു ലൈബ്രറി പിക് പാർട്സ് ഒരു റെസിസ്റ്റർ ആഡ് ചെയ്യാണ്, വേരിയബിൾ റെസിസ്റ്റർ ആഡ് ചെയ്യാണ്. പൊട്ടൻഷ്യോമീറ്റർ, റെസിസ്റ്റേഴ്സ്, പോർട്ട് ആക്റ്റീവ് എന്നൊരു സാധനം ഉണ്ട്. ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതാണ് നമുക്ക് സിമുലേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു, ഇവിടെ പ്ലേസ് ചെയ്തു. ഇതിനകത്ത് 3 ടെർമിനൽസ് ഉണ്ട്. ഇതിന്റെ ഒരു ടെർമിനല് ഞാൻ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യുകയാണ്. ഒരു ടെർമിനല് ഞാൻ പവറിൽ കണക്ട് ചെയ്യണം. ഓക്കെ, അതിന്റെ കൺട്രോൾ ടെർമിനല് ഞാൻ നേരെ LED കണക്ട് ചെയ്യും. പ്ലേ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കാം. ഇവിടെ ഈ ഒരു പിന്ന് ഫ്ലോട്ടിംഗ് ആയിട്ട് കിടക്കുകയാണ്. ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേണ്ടത്ര പവർ അവിടെ വന്നിട്ടില്ല. നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ വേരി ചെയ്യും പോലെ തന്നെ ഇവിടെ ഈ 2 ആരോസ് യൂസ് ചെയ്ത് നമുക്ക് ഈ പൊട്ടൻഷ്യോമീറ്ററിനെ നമുക്ക് വേരി ചെയ്യാൻ പറ്റും. കണ്ടോ, അവിടെ ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് എത്തിയ സമയത്ത് LED ഓണായി, അവിടെ ആ റെഡ് സ്ക്വയേഴ്സും വന്നിട്ടുണ്ട്. എൽഇഡിയുടെ ബ്രൈറ്റ്നസ് ഈ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. LED നമ്മളിപ്പോൾ കുറച്ചുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ LEDയുടെ ബ്രൈറ്റ്നസ് കൂടുകയും കുറയും ചെയ്യുന്ന അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു സർക്യൂട്ട് ഇന്നെ സിമുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് എന്ത് സർക്യൂട്ട് വേണമെങ്കിലും സിമുലേറ്റ് ചെയ്യാം. 555 സിമുലേറ്റ് ചെയ്യണമെങ്കിൽ സിമുലേറ്റ് ചെയ്യാം. അതേപോലുള്ള അനലോഗ് സർക്യൂട്ട് സിമുലേറ്റ് ചെയ്യാം, ഓപാംപ് സർക്യൂട്ട്സ് സിമുലേറ്റ് ചെയ്യാം. ഏത് ടൈപ്പുള്ള അനലോഗ് സർക്യൂട്ട്സും നമുക്ക് ഇതിനകത്ത് സിമുലേറ്റ് ചെയ്യാം. ഇതിനകത്ത് പാർട്സ് എല്ലാം അവൈലബിൾ ആണ്. ലൈബ്രറി പിക് പാർട്സ് 555 അനലോഗ് ICs 555 കണ്ടോ, 555 അവൈലബിൾ ആണ്. നമുക്ക് 555 വെച്ച് സർക്യൂട്ട്സ് ചെയ്യാം. ഇതേപോലുള്ള സർക്യൂട്ട്സ് നമുക്ക് ചെയ്തോ ടൈമിംഗ് ഒക്കെ ചെയ്ത് നോക്കണമെങ്കിൽ ഇതിനകത്ത് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഫിസിക്കലായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നോക്കാതെ തന്നെ ഇതിനകത്ത് നമുക്ക് ഇതിനകത്തുള്ള കോമ്പണൻസ് യൂസ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് തന്നെ സിമുലേറ്റ് ചെയ്ത് നോക്കാം. ടൈമിംഗ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ഇതിനകത്ത് തന്നെ സിമുലേറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഫിസിക്കലി ചെയ്താൽ മതി. അതുപോലെ എല്ലാ ICസും ഒട്ടുമിക്ക എല്ലാ ICസും അവൈലബിൾ ആണ്. 741 ഒരു ഓപ്പാംപ് IC ആണ്. ഓപ്പറേഷൻ ആംപ്ലിഫയേഴ്സ്, സോറി 741 ഓപ്പാംപ് അവൈലബിൾ ആണ്. ഇവിടെ പ്ലേസ് ചെയ്യാം, ഇതിന്റെ കണക്ഷൻസ് കൊടുക്കാം, ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതേപോലെ കൺട്രോളേഴ്സും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. മെഗാ 8ന്റെ കൺട്രോളർ ഇതിൽ അവൈലബിൾ ആണ്. ഈ സൈഡിൽ ഇത് എടുക്കുമ്പോൾ തന്നെ ഇതിന്റെ ഫുട് പ്രിന്റും കാണാൻ പറ്റും. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിന്റെ PCB ഇതിനകത്ത് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഫുട് പ്രിന്റും ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. മെഗാ 8
അത് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ പാരാമീറ്റേഴ്സ് എല്ലാം നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഏത് ക്ലോക്കാണ് കൊടുക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇതിനകത്ത് ഇതിന്റെ പ്രോപ്പർട്ടീസിൽ കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ റെസിസ്റ്റർ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ റെസിസ്റ്റർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഈ റെസിസ്റ്റർ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റെസിസ്റ്റൻസിന്റെ റെഫറൻസും പാർട്ട് റെഫറൻസും റെസിസ്റ്റൻസ് വാല്യൂവും നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. ഈ റെസിസ്റ്റൻസ് വാല്യൂസ് എല്ലാം ആക്റ്റീവ് ആണ്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ സിമുലേഷന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. സിമുലേഷന്റെ കാൽക്കുലേഷനകത്ത് വരുന്ന സാധനങ്ങളാണ്. നമ്മൾ ഈ റെസിസ്റ്ററിന്റെ വാല്യൂ മാറ്റുന്നത് നമ്മുടെ സിമുലേഷനെ അഫക്ട് ചെയ്യുന്ന കാര്യമാണ്. ഒരു വെറുതെ ഡമ്മി വാല്യൂ അല്ല. ഈ വാല്യൂ നമുക്ക് സിമുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ആണ് ഈ റെസിസ്റ്ററും. അതേപോലെ കപ്പാസിറ്ററും കപ്പാസിറ്ററിന്റെയും ഫുട് പ്രിന്റ് ഇവിടെ ഉണ്ട്. പല ടൈപ്പ് കപ്പാസിറ്റേഴ്സ് അവൈലബിൾ ആണ്. പല ടൈപ്പിലുള്ള കപ്പാസിറ്റേഴ്സ് അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് നമുക്ക് സിമ്പിൾ ആണ് ആവശ്യം. അതുകൊണ്ട് സിമ്പിൾ കപ്പാസിറ്റർ എടുത്തു അത് ഡബിൾ ക്ലിക്ക് കഴിഞ്ഞാൽ അതും അവിടെയും കപ്പാസിറ്റൻസ് നമുക്ക് മെൻഷൻ ചെയ്യാം, പാർട്ട് റെഫറൻസ് മെൻഷൻ ചെയ്യാം. ഇതേപോലുള്ള കാര്യങ്ങൾ എല്ലാം ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഫിസിക്കലായിട്ട് നമ്മൾ ചെയ്ത് നോക്കണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഇതിന്റെ ഫ്രീ വെർഷൻസ് ഒക്കെ അവൈലബിൾ ആണ്, ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇതിനകത്ത് ഒരു PCB ലേഔട്ട് ഉണ്ട്. ഇവിടെ നമുക്ക് ഇതിനകത്ത് PCB ഇപ്പൊ ഞാൻ ഇതിന്റെ ഫുട് പ്രിന്റ് ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഫുട് പ്രിന്റ് അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഫുട് പ്രിന്റ് കിട്ടുന്നതാണ്. പക്ഷെ ഇപ്പം ഫുട് പ്രിന്റ് ഒന്നും സെലക്ട് ചെയ്യാത്തത് കൊണ്ട് അവിടെ വന്നിട്ടില്ല. അതേപോലെ തന്നെ ഇതിലൊരു 3D വ്യൂവർ ഒക്കെ ഉണ്ട്. എന്നുവെച്ചാൽ PCB ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും 3Dയിൽ. ഇതൊന്നും ആക്ച്വലി PCB ഡിസൈനിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നല്ല സോഫ്റ്റ്വെയർസ്, ഒരുപാട് നല്ല സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇത് കുറച്ച് ട്രിക്കിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സിമുലേഷന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി സോഫ്റ്റ്വെയർ ആണ്. ഇവിടെ സോഴ്സ് കോഡ് എഴുതാൻ പറ്റും. ഇത് സോഴ്സ് കോഡിനുള്ള ഓപ്ഷനാണ് VSM സ്റ്റുഡിയോ എന്ന് പറയുന്നത്. സോഴ്സ് കോഡ് ഇവിടെ എഴുതിയിട്ട് നമുക്ക് ഇതിനകത്ത് കമ്പൈൽ ചെയ്ത് ഇതിനകത്ത് നമുക്ക് ഇന്റർഫേസ് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ പ്രോട്ടിയസിന്റെ കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഇത്ര നാളെ എനിക്കൊരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഇതിൽ ആക്റ്റീവ് ആവാൻ കഴിയാത്തത്. അപ്പൊ ഇനി മുതൽ ഞാൻ വരും ദിവസങ്ങളിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഇതിനെ പറ്റി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഐ വിൽ റിപ്ലൈ. താങ്ക് യു.